നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഓരോന്ന് സംഭവിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ പറയാനായിട്ട് ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാനതിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല. ഇത്തിരി വിഷമമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയനും അനിയത്തിയുമായിട്ട് ഒരുമിച്ചിട്ട് ഒരു യാത്ര. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കഴിഞ്ഞത് ഇട്ടിരുന്നത്. അപ്പോൾ അനിയനും അനിയത്തിയുമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് 9 മണിക്ക് പോന്നു. കുഞ്ഞുട്ടി കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അനിയനെയും കൊണ്ടുവന്ന് നമ്മൾ വൈക്കത്തിറക്കി അവർ ഇറുമ്പേത്ത് വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. ഞാനും അനിയനും കൂടെ ചെമ്പിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് അതിനുശേഷം അനിയത്തിയെയും കുഞ്ഞുനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ അവരുടെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്ലിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അനിയത്തിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞെന്നാൽ ഒരു 3/4 മണിക്കൂറോളം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് ചെയ്തത്. അങ്ങനെ ഇതാണ് അനിയത്തിയുടെ വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിചാരിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഒന്നിനെയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ ചിറ്റപ്പൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും നാത്തൂനും കൂടെ അങ്ങോട്ട് കുഞ്ഞുട്ടിയും ദേവും ഒക്കെ കൂടെ ആ കുട്ടിയെ കാണാൻ പോയിരിക്കുവായിരുന്നു. അപ്പോൾ അച്ഛനുണ്ട്. എല്ലാം കൂടെ ഉച്ച കഴിഞ്ഞാണ് അങ്ങോട്ട് പോയതല്ലേ? അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനുടനെ അങ്ങോട്ട് വിളിച്ചു കേട്ടോ, ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ കുഞ്ഞുട്ടിയും ദേവും സ്മിതയും അതുപോലെ തന്നെ നീതു, നാത്തുവിൻ്റെ പേരാണ് നീതു കേട്ടോ. അപ്പോൾ സുമേഷ് ഇല്ലായിരുന്നു, കുഞ്ഞൂട്ടനുണ്ട്. അപ്പോൾ കുഞ്ഞൂട്ടനെയും ദേവുവിനെയൊക്കെ നമ്മൾ മറ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ്മാ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ചുമ്മായല്ലല്ലോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ എന്നങ്ങനെ പറഞ്ഞാലും നമ്മൾ ചാനലിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ദേവുട്ടി കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞു ഉടനെ തിരിച്ച് ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എക്സർസൈസ് ചെയ്യുന്ന മെഷീൻ ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ വന്നപ്പോഴത്തേക്ക് അതിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല. ഇതന്നെ അങ്ങോട്ട് ഇങ്ങോട്ടാക്കണം അല്ലേ? ഇതുമേല് സ്പീഡ് എഴുതി കാണിക്കുക. സ്പീഡൊന്നും എഴുതി കാണിക്കാലോ, സമയം കാണിക്കും. സ്പീഡ് കൂട്ടുമ്പോ സ്പീഡ് കൂടി വരും അല്ലേ? അപ്പത്തെ കാണിക്കുക. ഹായ് പറ, ഹായ് പറ മാമി. ഇങ്ങോട്ട് വെൽക്കം പറ. ഹാർട്ട് ബീറ്റ് ആണ് കാണിക്കുന്നത്. 87:30. അത് ടൈമാണ്. ടൈം അങ്ങനെ പിള്ളേരുമായിട്ട് ചെറിയ കുമ്പാസൊക്കെ കഴിഞ്ഞു. ചെറിയ കുമ്പാസല്ല, അത്യാവശ്യം വലിയ കുമ്പാസ് തന്നെയായിരുന്നു കേട്ടോ. ആ മിഷ്യത്തെ കയറിയിട്ടുള്ള പയറ്റൊക്കെ. അതിനുശേഷം അടുക്കള വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു നാത്തൂനും കൂടെ ഇവിടെ ചായ വെക്കുവാണ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ചായ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് സോളാറിലാണ് ഈ ഇൻഡക്ഷൻ കുക്കറൊക്കെ. ഇവിടെ മൊത്തം കറണ്ടും യൂസ് ചെയ്യുന്നത് സോളാറിൻ്റെ തന്നെയാണെന്നേ. അപ്പോൾ സോളാർ പാനൽ മേളിൽ വെച്ചിട്ടുണ്ട് ചേച്ചി എന്നൊക്കെ നീതു എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് അത് മതിയോ മുഴുവനായിട്ട് കറണ്ടിനെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത്യാവശ്യം അത് തന്നെ മതിയാകും. അപ്പോൾ ഇലക്ട്രിസിറ്റിയിലോട്ട് ശരിക്കും 100 രൂപയെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ഉണ്ടല്ലോ, സോളാർ വൈദ്യുതി
ഇലക്ട്രിസിറ്റിയിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അച്ഛൻ ഹോളിലിരിക്കുന്നുണ്ട്. അച്ഛൻ ഹോളിൽ ഇരുന്നുകൊണ്ട് ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി അച്ഛൻ എങ്ങനെയാണ് ആ സോളാറിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അതാ കുഞ്ഞൂട്ടൻ വന്നിങ്ങനെ ചായയിലൊക്കെ എത്തിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്ക്. അപ്പോൾ നല്ല ചൂടായിരുന്നല്ലോ വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറി മിൽക്ക് ഇങ്ങനെ മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞൂട്ടൻ കൊണ്ടുവന്ന് തന്ന ഡയറി മിൽക്ക് ഇങ്ങനെ മെൽറ്റായിരിക്കുന്നതുകൊണ്ട് ഞാൻ കുഞ്ഞൂട്ടിനോട് വെച്ചും പറഞ്ഞു വാങ്ങണ്ടേ അങ്ങോട്ട് വെച്ചേക്കൂ, എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചോ മോൻ, എന്നിട്ട് മോന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞൂട്ടിന് അതുമായിട്ട് ഫ്രീസറിലോട്ട് വെക്കാനായിട്ട് പോവുകയാണേ. വെച്ചോ ഫ്രീസറിൽ? അപ്പോൾ സ്മിതയും ഇതും കൂടെ അടുക്കളയിൽ ചായയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ ഇനിയിപ്പോൾ വയലിൽ പോകുന്നുണ്ട്. വയലിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുട്ടി നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദേവും കുഞ്ഞുട്ടിയും കൂടെ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുഞ്ഞുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ എനിക്ക് വീട്ടിൽ വെച്ചും പഠിപ്പിച്ചൊക്കെ തരുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് മെനക്കെടാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ട് ചൊവ്വേ നേരെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ 1-2 വീഡിയോ അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോ റീൽസ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടി ഓരോ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ച് തരുവാണ്. 1 2 3 ഒക്കെ വെച്ചിട്ട് അവൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ കുറച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിള്ളേർ പാട്ടിട്ടുണ്ട്. കനിമ എന്ന് പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടിനുള്ള റീൽസാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം അവരുമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയലിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ വയലിൽ പോയി കഴിഞ്ഞത് റീൽസ് എടുത്തില്ല, പിള്ളേരെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനിവിടെ ഇരിക്കും. ആര് പറഞ്ഞു കാണാൻ പറ്റൂലെന്ന്? കാണാമല്ലോ. ഇങ്ങോട്ട് ഇങ്ങനെ നിന്ന് കഴിക്കുമ്പോ കാണാം. കണ്ടോ മഞ്ജു ഡയറി മിൽക്ക് ഞാൻ പറയുമ്പോഴേക്കും ഇങ്ങനെ ആക്കണം. എടി നീ മാത്രമാണ് ആദ്യമേ കളിക്കുന്നത്. കളിച്ചോ. ആ കളിച്ചു. ആ വെച്ചോ വെച്ചോ. താക്ക് ഒന്നടി 3 2 1 സ്റ്റാർട്ട്. പറയണത് കുഞ്ഞൂട്ടം കളിച്ചു തരണം. കുഞ്ഞൂട്ടം കളിച്ചൊരു ഡാൻസ്. കുഞ്ഞൂട്ടം ഒരു ഡാൻസ് കളിക്ക്. കുഞ്ഞൂട്ടം കളിക്കാം. കുഞ്ഞൂട്ടം കളിക്കാം. വേടൻ വേടൻ വേടന്റെ പട്ടി. വേടന്റെ പട്ടി വേടപ്പട്ടി. നീ പോയിട്ടൊക്കെ കണ്ടിട്ടോ? ബെഡിലൊക്കെ ആവും ഡയറി മിൽക്കൊക്കെ. പാട് പാട്ടല്ല മോൻ പാട്, അന്നേരം ഇതിനകത്ത് വരും. അങ്ങോട്ട് നോക്കി പാട്. കുട്ടികൾ നല്ലൊരു കുഞ്ഞുണ്ട്.
കൊടുക്കാനായി കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞു കിടന്നു കരഞ്ഞിടും കരഞ്ഞിടും അയ്യോ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം നിങ്ങളുടെ അല്ല നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇത് ശൈലമ പാടട്ടെ. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയൂലേ. അങ്ങനെയല്ലേ പഠിപ്പിക്കണ? അങ്ങനെയല്ലേ പറഞ്ഞ അംഗൻവാടിയിൽ അങ്ങനെയാണോ പാട്ട് പഠിപ്പിക്കണത്? പിന്നെ എങ്ങനെയാ? നല്ലതായിട്ടാണ്. അപ്പൊ ശൈലമ പാടിയതും മോശമായിട്ടാണ്. പോട കള്ള. പിന്നെതാ ചായ കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഹോളി വന്നിട്ട് അപ്പോൾ ശരിക്കും അതിനകത്തേക്ക് വെട്ടം കിട്ടുന്നില്ലേ. ഇപ്പോൾ അതായത് പുറത്ത് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിനുള്ളിലോട്ട് ഇപ്പോൾ വെളിച്ചം കുറവാണ്. പിന്നെ നമ്മുടെ ഫോണിനും അല്പം ക്വാളിറ്റി ഒക്കെ കുറവാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊന്നും മൊബൈലൊന്ന് ഹാങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലാരിറ്റി കിട്ടത്തില്ല. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് നോയ്സ് ഉണ്ടാകാതെ എങ്ങനെയാണ് വോയിസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നോയ്സ് എന്ന് വെച്ചെന്നാൽ ചെറിയ പൊട്ടൽ, നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടലോട് കൂടിയിട്ട് കേൾക്കുന്നതാണ് നോയ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മൈക്ക് അല്പം അകത്തി പിടിച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നോയ്സും ഉണ്ടാകത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ഇങ്ങനെ വേഗം വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ വോയിസ് കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചൊക്കെ തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം മൈക്ക് നമ്മുടെ അടുത്ത് പോകും. ഇനി മൈക്ക് അല്ലെന്നുണ്ടെങ്കിലും മൊബൈൽ ആണ് കൊടുക്കുന്നതെങ്കിലും മൊബൈൽ ഒരുപാട് ചുണ്ടോട് കൂടി അടുപ്പിച്ച് പിടിക്കാണ്ട് ഒരല്പം അകത്തി പിടിച്ചിട്ട് വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ നോയ്സ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. അപ്പം അതെല്ലാം ഞാൻ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് റവന്യൂ കിട്ടിയതിനോടനുബന്ധിച്ചിട്ടുള്ള സെക്കൻഡ് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് പബ്ലിക് ആക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം പബ്ലിക് ആക്കുക. കാരണം ഒരു വീഡിയോസൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല കണ്ടൻറ്റോട് കൂടിയിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സമയമൊക്കെ എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ വയലിലേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിള്ളേർ തിരക്ക് നമുക്ക് വയലിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറകു വശത്തായിട്ടാണ് വയൽ. അപ്പോൾ ഒരു പറമ്പിൽ കൂടെ കുറച്ച് അങ്ങോട്ട് നടക്കണം, അതിന് ശേഷമാണ് വയൽ വരിക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു താഴ്ചയിലേക്കാണ് ഇറങ്ങുക. അപ്പോൾ അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ ജാതിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുവാണ്, ഈ ജാതിക്ക എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പറിക്കുമോ അതോ തന്നെ വീഴുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് ഓരോന്നിങ്ങനെ പൊട്ടുന്നതനുസരിച്ചിട്ട് തോട്ടി വെച്ച് പറിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറിച്ചിട്ടാണ് ജാതിയും അതുപോലെ തന്നെ ജാതി പത്രിയും അതുപോലെ ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ അതും പ്രത്യേകമായിട്ട് ഉണക്കി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇടതുവശത്തും വലതുവശത്തുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലതുവശത്ത് നിൽക്കുന്ന ജാതിയിൽ അങ്ങനെ ഒരുപാട് ജാതിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ബഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അപ്പുറത്തെ ഒരു വീട്ടിൽ നല്ലൊരു ജാതി ഉണ്ടായിരുന്നു, ആ ജാതിയുടെ കമ്പ് ഇതിനകത്തേക്ക് ബഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതേ ക്വാളിറ്റിയുള്ള നല്ല ജാതി തന്നെ കിട്ടും. അപ്പോൾ ബഡിങ്ങിലൂടെ ഉണ്ടാക്കുന്ന തൈകളെന്ന് പറയുമ്പോൾ മാതൃസസ്യത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ബഡ് ചെയ്തെടുക്കുന്ന ചെടിയിലും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻമ കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടെ പ്ലാവ് എല്ലാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പറേ മാവൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നീതുമറ്റൊക്കെ വന്നപ്പോൾ പഴമാങ്ങയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നീതുമറ്റയും പറഞ്ഞ് നമുക്ക് തിരിച്ചു പോരുമ്പോഴത്തേക്ക് ആ പഴമാങ്ങയുള്ളടുത്തൊക്കെ കയറാൻ കേട്ടോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നീതു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെല്ലുന്നതൊക്കെ കൊണ്ടാണ് പുള്ളിക്കാരത്തി ഇന്ന് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അപ്പോൾ നീതു പറയുകയാണ് ചേച്ചി വയലുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും ഒന്നും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല എന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ ചെന്നത് കൊണ്ട് നീതുവിനും അതൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റി കേട്ടോ. കാരണം എപ്പോഴും അടുത്ത് തന്നെയുള്ളതിന് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നല്ലേ പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾക്കും അടുത്തൊക്കെ വയലുണ്ടെങ്കിൽ അത് ചെന്ന് കാണാനോ ആസ്വദിക്കാനോ ഉള്ള ഒരു മനസ്സൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ചെടിയുണ്ടല്ലോ, ഇത് നമുക്ക് അഗ്ലോണിമയാണല്ലോ. ഈ അഗ്ലോണിമ പല വെറൈറ്റികളുണ്ട് കേട്ടോ. ഇപ്പോൾ വെറൈറ്റി അഗ്ലോണിമയിൽ ഞാൻ ഇത് കൊണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വീട്ടിലൊരു 3-4 കളക്ഷനുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ട്
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരുത്തർ പറയാൻ തുടങ്ങി ഇതിന് വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി ഞാനത് പറിച്ച് തെങ്ങിൻ ചോട്ടി കളഞ്ഞു കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് ചെറുതായിട്ട് കിളുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എന്തായാലും പോകുമ്പോൾ ഇവിടുന്ന് ഹെൽത്തി ആയിട്ടുള്ള 2-3 ചൂടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ. ഷോർട്ട് വീഡിയോയിൽ ഒരു വയലറ്റ് പർപ്പിൾ നിറത്തോട് കൂടിയിട്ടുള്ളൊരു പൂവ് ഉള്ള ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാനത് ഷോർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പിക്ചറൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ഞാനതൊന്ന് കാണിച്ചേനെ. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വയലിതാ നോക്കിക്കേ, ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നതല്ല കേട്ടോ. കഴിഞ്ഞ വിളവിന് ശേഷം അതിനകത്ത് പാടത്ത് കിടക്കണ നെല്ലുകളൊക്കെ താനെ മുളച്ച് വരത്തില്ല, അതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിത് വിതച്ച് നിർത്തിയിരിക്കുന്നതാണെന്ന്. അപ്പം പാഴ് നെല്ല് വീണ് മുളച്ചിരിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ പയറും കൂടെ നൈട്രജൻ ഫിക്സേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പയർ പാകിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ പയറിനകത്ത് നന്നായിട്ട് വളർന്ന് ഒരുപാട് വൻപയറിൻ്റെ വിത്താണ് നടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വൻപയർ അവിടെ കൊണ്ടുവരാറുണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ വിശാലമായിട്ടുള്ള വയൽ അങ്ങനെ കിടക്കുവാണ്. അപ്പം ഞങ്ങളുടെ മുമ്പേ അങ്ങോട്ട് കുഞ്ഞൂട്ടനും അതുപോലെ തന്നെ ദേവും പിന്നെ ആവണി കുഞ്ഞൂട്ടിയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് അവർ പോയിട്ടുണ്ട്. ഞങ്ങളെക്കാളും കുറേ മുന്നേ അവർ പോയിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടതുപോലെ കേട്ടോ. ഭയങ്കര കൂട്ടിനകത്ത് അടച്ചു വളർത്തിയ പിള്ളേർക്ക് പക്ഷികളെ എങ്ങനെയാണോ തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സൗന്ദര്യം കിട്ടുന്നത് പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞും ദേവും അതുപോലെ തന്നെ കുഞ്ഞൂട്ടനും ഒക്കെ. അപ്പോൾ കുഞ്ഞൂട്ടൻ്റെയും ദേവിൻ്റെ അടുത്താണെങ്കിലും അതുങ്ങൾക്കും കുറേ നാളോടുകൂടിയാണ് അവരിവിടെ വന്നത്. ഇവിടെ കുഞ്ഞൂട്ടാ കാണട്ടെ ഒന്നുകൂടെ ഞാൻ കണ്ടില്ല. ഇടുക്കൻ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത്, ചാനൽ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന വീഡിയോ ഇതായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ വയലിനപ്പുറത്തൊരു ഇങ്ങനെ നമ്മുടെ കല്ലൊക്കെ വെട്ടുന്ന ഒരു മടയുണ്ട് കേട്ടോ, ചെങ്കൽ മടയുണ്ട്. ആ ചെങ്കൽ മടയിലൊക്കെ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഒരു 2Kയുടെ അടുത്തൊരു വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞൂട്ടൻ ഇതിൻ്റെ നടുക്കുകൂടെ ഉണ്ടല്ലോ, വയലിൻ്റെ നടുക്കുകൂടെ ഒരു നാട്ടുതോടുണ്ട് കേട്ടോ. ആ നാട്ടുതോട്ടിൽ ഇപ്പോൾ വെള്ളം കുറവാണെങ്കിലും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ നാട്ടുതോടിനെ അക്കരയും ഇക്കരയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് കലിങ്കൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞൂട്ടൻ അവിടെ മാറി ഇരുന്നിട്ട് പറഞ്ഞ്, ശൈലാമ്മ ഞാനിവിടെ ഇരിക്കണ വീഡിയോ എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ വോസ് ചെയ്തിരിക്കണ ഇരിപ്പാണ് ആ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് പറയും, ശൈലാമ്മക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാം, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അവനെ. അപ്പോൾ ആ കുഞ്ഞും ദേവും കൂടെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയലിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഒരു റീൽസൊക്കെ ചുളിവിലെടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് കൊക്കുണ്ടായിരുന്നു. ഇത്തവണ കൊക്കിനെ 1-2 കാണുന്നുണ്ടായിരുന്നുള്ളേ. പിന്നെ കാക്കയും പരന്തും അതുപോലെ തന്നെ ഒരു പ്രാവ് വന്നിട്ട് വയലിൽ ഇങ്ങനെ എന്തോ വയ്യാത്ത പോലെ അതിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അത് പറന്ന് പോയിട്ട് ലൈൻ കമ്പിയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞും ദേവും കൂടെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പയറ്റി കേട്ടോ. അവസാനമാണ് ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തത്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ എൻ്റെ കുഞ്ഞുനാളിനെ കുറിച്ച് ഓർത്ത് പോകും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ വീടിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വാതിക്കൽ വലിയ വയലുണ്ട് കേട്ടോ. ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്ന ഒരു വലിയ വയലുണ്ട്, ഏക്കർ കണക്കുള്ളതാണേ. അപ്പോൾ പണ്ട് അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ കാണാറുള്ളത്. അപ്പോൾ അവിടെ എപ്പോഴും നെൽകൃഷി ഉണ്ടാകും. നെൽകൃഷി കഴിയുമ്പോഴത്തേക്ക് മീൻ വളർത്തും. ആ സമയത്തുണ്ടല്ലോ കൊക്കുകൾ ഇങ്ങനെ നിറയെ വന്നിരിക്കും പാടത്തെ. അപ്പോൾ എന്നോട് ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മാമൻ എന്നോട് പറയുവേ, എടി കൊക്കിനെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുമേ, നമ്മളതിന് എന്ത് ചെയ്യണമെന്നറിയാവോ, രാവിലെ ചെന്ന് കൊക്കിൻ്റെ നെറുകയിൽ വെണ്ണ വെച്ചിട്ട് പോരണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് വെയിലൊറിക്കുമ്പോൾ വെണ്ണ ഉരുകി അതിൻ്റെ കണ്ണിൽ നെയ്യായിട്ട് കയറും. അപ്പോൾ കൊക്കുകളെല്ലാം ഇങ്ങനെ മയങ്ങി വീഴും. അപ്പം ചെന്ന് നമുക്ക് എല്ലാത്തിനെയും പെറുക്കി കൊണ്ടുപോരാൻ പറ്റുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ മാമൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ വിചാരം, ഓ ശരിയായിരിക്കും, അപ്പോൾ രാവിലെ എന്നപ്പോൾ ജീവനുള്ള കൊക്കല്ലേ, നമുക്ക് എന്ന് പിടിച്ചുകൊണ്ട് പോരാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ ഒന്ന് വെണ്ണ വെച്ചതെല്ലാം വീഴുമ്പോൾ എടുക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ. അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിടാ മാമൻ എന്നെ പറ്റിച്ചതാണല്ലോ, കൊക്കിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കൊക്ക് പറന്ന് പോകത്തില്ലേ. അങ്ങനെ ആ ബാല്യമൊക്കെ ഞാനിങ്ങനെ ഈ വയലിൽ വരുമ്പോഴത്തേക്ക് ഓർത്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ
കുഞ്ഞൂട്ടൻ വീഡിയോ എടുത്ത് തന്നു. അതിനുശേഷം ഞങ്ങളിതാ തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ വയലിൻ്റെ അപ്പുറേ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിൻ കിട്ടിയ ട്രെയിൻ പോച്ചടാ. പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് പഴമാങ്ങ വെറുക്കാനായിട്ടൊക്കെ നീതും കുഞ്ഞുട്ടിയും പിള്ളേരൊക്കെ കൂടെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഇച്ചിരി കയറ്റമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ കടന്ന് കുറേ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഈ സസ്യജാലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനെയൊക്കെ അരിച്ച് പെറുക്കി ഒരു ഗവേഷണം തന്നെ നടത്തിയിട്ടേ പോരത്തുള്ളേ. പിന്നെ ഞങ്ങളിതാ വൈകുന്നേരം പോരാനായിട്ട് പോവുകയാണ്. ഇനി തിരിച്ചു പോരുന്ന വഴിക്കുണ്ടല്ലോ, അപ്പോൾ അനിയൻ്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിൻ്റെ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെൻ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞു വരുമ്പോഴത്തേക്ക് സ്റ്റാഫിൻ്റെ ഹസ്ബൻഡിൻ്റെ റിട്ടയർമെൻ്റാണ്. അപ്പോൾ അനിയനും മറ്റേ അവിടെ കയറുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് റിട്ടയർമെൻറ്റ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇല്ലേ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോകാറില്ലെന്നാണ് നമ്മളെല്ലാവരും പറയാറുള്ളത്. പക്ഷേ വിളിക്കാത്ത ഈ ഫംഗ്ഷനിൽ അപ്പോൾ ഞാൻ അനിയൻ്റെ അനിയത്തിയുടെ കൂട്ടത്തിൽ അവരേക്കാൾ VIP എന്ന രൂപത്തിൽ അവിടെ ഫംഗ്ഷനും കൂടെ പങ്കെടുക്കാനായിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൃദ്യമായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു അവിടെ. അയ്യോ അനിയൻ വർക്ക് ചെയ്യുന്നത് തലയാഴം പഞ്ചായത്തിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ, അതുപോലെ മെമ്പർമാർ, പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെത്തിയ ടൈമിന് തന്നെയാണ് ഞങ്ങളും ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ പിരിയുവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു അപരിചിതത്വം ഒട്ടും തന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അനിയൻ്റെ അനിയത്തിലേക്ക് കൂട്ടത്തിൽ പോകുമ്പോഴത്തേക്ക് എവിടെ ചെന്നാലും നമുക്ക് അങ്ങനെ ഒരു അപരിചിതത്വം അല്ല അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനൊക്കെ ശേഷം ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് പോകുന്നു. വൈകുന്നേരമാണ് അവിടെ ചെന്നത് തന്നെ. പിന്നെ അതത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ എനിക്കിങ്ങനെ പരിചയപ്പെടുത്തി തന്നു, എന്നെ അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവരും പോകാൻ നേരത്ത് എന്നോടും കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ഓക്കെ.